തൃശ്ശൂർ മാളയിൽ 6 വയസ്സായ കുട്ടിയെ ഇന്നലെ സന്ധ്യയോടുകൂടി കുട്ടിയെ കാണാതാകുന്നു. ഈ കുട്ടി 6 വയസ്സുള്ള ഒരു മോനാണ്. കുട്ടി കളിക്കാനായിട്ട് വീടിൻ്റെ അയൽപക്കത്തുള്ള കൂട്ടുകാരുമൊത്ത് വീട്ടിൻ്റെ അയൽപക്കത്ത് തന്നെയാണ് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടായതോടുകൂടി കുട്ടി വീട്ടിൽ വരാതിരുന്നപ്പോൾ വീട്ടുകാർ അന്വേഷിച്ച് ഇറങ്ങി. അപ്പോൾ കുട്ടിയെ കാണുന്നില്ല. അതിനുശേഷം CCTV ദൃശ്യം നോക്കിയപ്പോഴത്തേക്ക് ഈ കുട്ടി ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ ഒരുത്തൻ മുമ്പേ ഓടുന്നു. ഈ പൊക്കമൊക്കെ ഉള്ള ഒരുത്തനാണ്. അവൻ ഇങ്ങനെ മുമ്പേ ഓടുന്നു. അതിൻ്റെ പിറക്കേന്ന് ഈ കുട്ടി ഓടേണു. ഈ കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരുത്തനാണ്. ഈ ജോജോ എന്ന് പറയുന്ന ഒരുത്തനാണ്. ഒരു കാമഭ്രാന്തനാണ്. ഈ ഭ്രാന്തൻ്റെ പിറക്കേന്ന് ഈ കുട്ടി ഓടുന്നതിൻ്റെ കാര്യം, ഈ കുട്ടി കളിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഭ്രാന്തനെ കാണുന്നത്. ഈ ഭ്രാന്തൻ എന്തോന്ന് ചെയ്തു, ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ജാമ്പയ്ക്ക തരാമെന്ന് പറഞ്ഞു. ജാമ്പയ്ക്ക തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ കുട്ടിക്ക് ഒന്നും അറിഞ്ഞൂടാ. 6 വയസ്സല്ലേ ഉള്ളൂ. അത് ലോകം എന്തെന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മോനാണ്. ഈ കുട്ടിയുടെ വീട്ടിൽ 3 മക്കളാണെന്ന് പറയുന്നു. ഓടുന്ന ഭാഗം മാത്രമേ CCTVയിൽ കാണുന്നുള്ളൂ. അപ്പം കുറച്ചങ്ങോട്ട് മാറിയാണ് ഒരു കുളം എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ കുളിക്കുകയോ അങ്ങനെയൊന്നുമില്ല. എല്ലാ വെള്ളമൊക്കെ അഴുവി നാറ്റം വെച്ച് കിടക്കുന്ന ഒരു കുളമാണെന്ന് പറയുന്നത്. ആരും ഉപയോഗിക്കാറില്ല. അത് മീനൊക്കെ പിടിക്കാനായിട്ട് ചൂണ്ടയിടാനായിട്ടൊക്കെ ആളുകൾ വരും. പിന്നെ കുറേ വൃത്തികെട്ടവന്മാരൊക്കെ ആ ഭാഗത്ത് വന്നിരിക്കാറുള്ള ഒരു കുളമാണ്. അതിൻ്റെ ഇടയിൽ ഈ കാമഭ്രാന്തനായ ഈ ജോജോ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ ചൂണ്ടയിടാനും അവിടെ പോവാറുണ്ട്. അങ്ങനെ ഈ കുട്ടി ജാമ്പയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട്, അതിനൊന്നും അറിഞ്ഞൂടാ. ആ പൊന്നുമോൻ പിറക്കേന്ന് പോയി. ഇവൻ്റെ പുറക്കേന്ന് പോണത് CCTVയിൽ നല്ലതുപോലെ കാണാൻ നമുക്ക്. അങ്ങനെ പോയി ഈ കുളത്തിൻ്റെ ഭാഗത്ത് ചെന്നിട്ട് ഈ ദുഷ്ടൻ എന്തോന്ന് ചെയ്ത്, പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കുട്ടിയെ വിധേയമാക്കുവാനായിട്ട് കുട്ടിയെ നിർബന്ധിക്കുന്നു. യവൻ എത്രത്തോളം യവൻ എങ്ങനെ ഉള്ളവനാണെന്ന് അപ്പോഴും മനസ്സിലായി. പല കുട്ടികളെയും യവൻ ഇതുപോലെ കയർ പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ദുഷ്ടനായ യവൻ ഇതിനായിട്ട് നിർബന്ധിക്കുന്നു. അപ്പോൾ ഈ കുട്ടി പറയാണ്, ഞാൻ എൻ്റെ അമ്മയോട് പറയും എന്ന് പറഞ്ഞതിൻ്റെ വാശിക്ക് യവൻ എന്തോന്ന് ചെയ്ത് വാ പൊത്തിയതിന് ശേഷം മൂക്കും വായും കൂടെ കൂട്ടിപ്പിടിച്ച് ഈ കുട്ടിയെ എടുത്ത് ആ കുളത്തിലേക്ക് എറിയുന്നു. കളിച്ചിട്ട് വീട്ടിൽ പോകാൻ നിന്ന കുട്ടിയാണ്. അപ്പോഴാണ് ഈ കാമഭ്രാന്തൻ വരുന്നത്. ഈ കാമഭ്രാന്തൻ വന്ന് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ജാമ്പയ്ക്ക തരാമെന്ന് പറയുന്നു. എന്നിട്ട് ഇതിനു വേണ്ടി അവൻ നിർബന്ധിക്കുന്നു. അതിനുശേഷം കുളത്തിലേക്ക് വലിച്ചെറിയുന്നു. ഈ കുട്ടി കഷ്ടം ഇത് ശ്വാസം മുട്ടിക്കാണും. അപ്പോഴീ പൊന്നുമോൻ പൊങ്ങി വരേണ്. വെള്ളത്തിൽ പൊങ്ങി വരുമ്പോൾ വീണ്ടും ഈ ദുഷ്ടൻ ചവിട്ടി താഴ്ത്തുന്നു. വീണ്ടും ഈ കുട്ടി പൊങ്ങി വരുന്നു, വീണ്ടും ചവിട്ടി താഴ്ത്തുന്നു. എന്നിട്ട് യവൻ എന്തോ ചെയ്ത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഈ കുട്ടിയെ മുക്കണം എന്ന് പറഞ്ഞാൽ മുക്കി താഴ്ത്തിയാണ്. എന്നിട്ട് യവൻ എന്തോ ചെയ്ത് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തും കണക്ക് ഈ ദുഷ്ടൻ, യവന് 20 വയസ്സേ ഉള്ളൂ. ഈ ജോജോ എന്ന് പറയുന്ന അവൻ ഈ ദുഷ്ടൻ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി യവൻ വെച്ചതിന് ശേഷം താഴ്ന്നു പോയി. ഈ കുട്ടി വെച്ച് യവൻ്റെ മരണം ഉറപ്പായതിന് ഈ 2-3 പ്രാവശ്യം ഈ കുട്ടി കരയ്ക്ക് കയറാൻ നോക്കുന്നു. അതിനുശേഷമാണ് യവൻ കൂടെ ആഴത്തിലോട്ട് യവൻ വലിച്ചെറിഞ്ഞിട്ട് ഈ കുട്ടിയെ താഴ്ത്തി വെക്കുന്നു. അതിനുശേഷം ഈ കുട്ടി മരിച്ചെന്ന് ഉറപ്പായപ്പോൾ യവൻ കയറി വിശാലമായിട്ട് ജാതിമരത്തിൻ്റെ മുകളിൽ അവൻ ഇരിക്കുകയും ഇരുന്ന് കാലാട്ടി അങ്ങനെ ഇരിക്കുകയാണ് ഈ ദുഷ്ടൻ. കണ്ടാസ്വദിക്കുന്നു മരിച്ചല്ലോ എന്നുള്ള ഒരിത്. അപ്പോഴും നാട്ടുകാരെല്ലാവരും തിരക്കുന്നു. ഈ കുട്ടിയെ കാണുന്നില്ല. അപ്പം രാത്രി 8:30 സംഭവം. ഈ മോനെ കിട്ടുന്നത് 8:30 അപ്പം ഈ ഭ്രാന്തൻ എന്തോ ഇരുന്ന് കാലാട്ടുന്നു. ജാതിമരത്തിൻ്റെ മുകളിലിരുന്ന് കാലാട്ടി എങ്ങനെ ഇരുന്ന് ആസ്വദിക്കണം. അപ്പോഴാണ് ഈ നാട്ടുകാർ തിരക്കണം. അപ്പം ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പോലീസിനെ അറിയിച്ചു. പോലീസും അന്വേഷണം തുടങ്ങി. അപ്പം ഈ പ്രാന്തൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടു, കുട്ടി പകുതി വരെ വന്നു. ആ പണേര ഭാഗത്ത്, ആ കുളത്തിൻ്റെ ഭാഗത്ത് പകുതി വരെ വന്നിട്ട് പിന്നെ കുട്ടി അങ്ങ് പോയി. ഇവൻ പറയണതാണ്. അപ്പോഴവൻ കൊന്നു വെച്ചിരിക്കുകയാണ് വെള്ളത്തിൻ്റെ അടിയിൽ. നീ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ ഈ പ്രാന്തൻ കൂടെ ഇറങ്ങി. പ്രാന്തൻ ഇറങ്ങിയിട്ട് ഈ കാമഭ്രാന്തൻ എന്തെയ്ത്, കാമഭ്രാന്തനും അങ്ങോട്ട് തെരച്ചിൽ. അതാണ് കള്ളന്മാരുടെ ലക്ഷണം.
കള്ളന്മാർ കുറ്റം ചെയ്തിട്ട് ചെയ്യാത്ത ലക്ഷണത്തിൽ കള്ളന്മാർ കൂടെ ഇറങ്ങും. ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഈ കള്ളന് ഇറങ്ങി അന്വേഷണം തുടങ്ങിയിട്ട് ആ കള്ളൻ പറയുന്നു അവിടെ കാണും ഇവിടെ കാണും എന്നും പറഞ്ഞ് ഈ കള്ളൻ കുളത്തിൻ്റെ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം, ഒരു ബഹളം തന്നെ. അങ്ങനെ ഇവൻ്റെ ഈ സ്വഭാവത്തിൽ നിന്നും ജനങ്ങളും അതുപോലെ തന്നെ പോലീസും മനസ്സിലാക്കി. അങ്ങനെ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവനുള്ള സത്യം പറഞ്ഞ് കുഴിയിലേക്ക് ഞാൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഞാൻ ഇരയാക്കാൻ വിളിച്ചപ്പോൾ ഈ കുട്ടി സമ്മതിച്ചില്ല, ഞാൻ എൻ്റെ അമ്മയോട് പറയും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞ് ബഹളം വെച്ചു. അങ്ങനെ കുട്ടിയുടെ മൂക്കും വായും കൂടെ പൊത്തി ഞാൻ എടുത്തെറിഞ്ഞ് അത്രയ്ക്കാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത്. 6 വയസ്സ് വരെ ഈ പൊന്നോമനെ വളർത്തി. ഇപ്പം വെക്കേഷൻ ആയതിൻ്റെ പേരിൽ ആണ് ഈ കുട്ടി കളിക്കാൻ ഇറങ്ങിയിട്ടുള്ള, ഇല്ലെങ്കിൽ അത് സ്കൂളിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് സഹകരണമുള്ള ഒരാളായിരുന്നു ഈ ജോജോ എന്ന് പറയുന്ന ഈ ക്രിമിനലും. കണ്ടാമിണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കുട്ടിയുടെ അമ്മ. എന്നിട്ട് ചോദിച്ചു, നീ കണ്ടോ കുട്ടിയെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടു, കുട്ടി അങ്ങോട്ട് പോകുന്ന കണ്ടു, കളിച്ചിട്ട് വീട്ടിലേക്ക് വരണതാ, അങ്ങനെയൊക്കെ കണ്ടെന്ന് പറയുന്നു. ഈ കള്ളന് ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തനായിരുന്നു. ഇവൻ ബൈക്ക് മോഷണത്തിലെ പ്രതിയായിരുന്നു. ഈ ജോജോ എന്ന് പറയുന്ന വ്യക്തി ബൈക്ക് മോഷണത്തിലെ പ്രതിയായിരുന്നു. പിന്നെ വേറെയും 2-3 കേസിലെ പ്രതിയായിരുന്നു. ബൈക്ക് മോഷ്ടിച്ചതിന് ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കള്ളനാണെന്നറിഞ്ഞാൽ 20 വയസ്സേ ഉള്ളൂ. ഈ 20 വയസ്സിനിടയ്ക്ക് വെച്ചൊക്കെ ഇപ്പം 20, അപ്പം 20 വയസ്സിന് മുമ്പ് ഉള്ള സംഭവമാണ്. ഇവനെ 3 മാസം വരെ ഇട്ടതിന് ശേഷം ഇത് എല്ലാം അങ്ങനെയാണല്ലേ, ഏതൊരു കുറ്റം ചെയ്താലും 3 മാസം കഴിയുമ്പോൾ ഇറക്കി അങ്ങ് വിടും. ഇതാണ് നടക്കണത്. 3 മാസം വരെ ഉള്ളു അവിടുത്തെ ഇത്. പിന്നെ എന്തോന്നാണ് അവിടെ തീറ്റി പോറ്റിയിട്ട് ഇറക്കി അങ്ങ് വിടുകയാണ് ചെയ്യണം. ഇതും ഇനിയിപ്പം ഇങ്ങനെ തന്നെ. എന്നിട്ട് ഇവനെന്തൊരു ചെറിയ മാനസിക വിഭ്രാന്തി. എടാ ഫ്രാന്താ, നീയൊക്കെ ഇത്ര കൊലപാതകം ചെയ്തിട്ട് നീയൊക്കെ ചെന്നിന്നും മാനസിക വിഭ്രാന്തി ഉണ്ട്, നിന്നെ ഈ മഞ്ഞക്കാർഡും കൊണ്ട് പോ. അവൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അമ്മയ്ക്കും ആർക്കൊക്കെ മാനസിക വിഭ്രാന്തി ഉള്ളവരാണെന്ന് പറയുന്നു. നിന്നെയൊക്കെ എന്തേരി പറയണം, നിന്നെയൊക്കെ ആ ഒരു കുരുന്ന് ഇന്ന് നിന്ന് കളിക്കാനുള്ള കുരുന്നായിരുന്നു. ആ കുരുന്നിനെ നീ കൊന്നില്ലേടാ. ഓ കഷ്ടം. അതിൻ്റെ അച്ഛൻ വിദേശത്താണ്. ആ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയില്ല, ഇന്ന് കിട്ടും. ഇവൻ പല കുട്ടികളെയും ഇതിനു വേണ്ടി ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പല കുട്ടികളെയും ഇവൻ കയറി പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചൂണ്ടയിടുന്ന കാര്യം കുട്ടിയോട് പറയുന്നുണ്ട്. ചൂണ്ടയിടാം, പല അടവുകളും ഇവൻ പ്രകടിപ്പിച്ച് കുട്ടിയുടെ അടുത്ത് പല അടവുകളും പറഞ്ഞു, വാ നമുക്ക് ചൂണ്ടയിടാം, ഏക്കാതെ പിന്നെ ജാമ്പയ്ക്ക് കൊടുക്കുക. അതിനെന്തറിയാം ഇവനെ ഇനി എന്തോന്ന് ചെയ്യും? ഈ പക്ക ക്രിമിനലിന് 20 വയസ്സല്ലേ ആയുള്ളൂ. 20 വയസ്സേ ആയുള്ളൂ. അവനും പറയും എനിക്ക് പഠിക്കണമെന്ന്, അല്ലെങ്കിൽ പറയും എനിക്കെന്തോ ഭ്രാന്താണെന്ന് പറയും, മാനസിക രോഗം അഭിനയിക്കും. ഇത് തന്നെ അവിടെ നടക്കാൻ പോണത്. ഈ ആളുകൾ എന്തോന്ന് ചെയ്ത് അവിടെ കൂടിയൊരു യവനെ എടുത്തിട്ട് ഇടിക്കണമായിരുന്നു. ഇടിച്ച് യവനെ ഇഞ്ച പരിവാക്കിയിട്ട് ഈ ദുഷ്ടൻ കാമഭ്രാന്തന ഈ ദുഷ്ടനായ യവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു, പെരുമാറണമായിരുന്നു. എന്നിട്ടാണ് ചെയ്യാനുള്ളത്. യവന് അവരെ വീടുമായിട്ട് അടുത്ത് വീടുമായിട്ടൊക്കെ ഇവന് സഹകരണമൊക്കെ ഉണ്ട്. ഇവരെ ഈ കുട്ടിയായിട്ടൊക്കെ ഇവൻ കളിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഇവന് നല്ല ഇതായിരുന്നെന്നാണ് പറയണത്. ഇവൻ്റെ മൈൻഡ് അങ്ങനെ കിടന്ന് ഇവന് ഇങ്ങനെ ഒരു ഉദ്ദേശം കുറച്ച് നാളുകൊണ്ട് ചിലപ്പോൾ ഇവ ഉദ്ദേശിച്ചതായിരിക്കും ഇതുപോലെ ചെയ്യണമെന്ന്. ഇനി ആ വീട്ടിലെ അവസ്ഥ, ഒരു കുട്ടി നഷ്ടപ്പെട്ടില്ലേ, അത് ജീവിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ ഈ കുട്ടി. അതിനു മുമ്പ് അവൻ്റെ ജീവൻ എടുത്തില്ലേ, അതറിഞ്ഞില്ല അതിനെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന്. അതിനെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ ആ കുട്ടി അമ്മയുടെ അടുത്ത് പറയും എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ കുട്ടിയെ വലിച്ചെറിഞ്ഞത്. നമ്മുടെ നാട് യവന്മാരെ തീറ്റി പോറ്റി അന്ന് തന്നെ ഇനി വിട്ടതിൻ്റെ ഫലമാണ്. ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഇവനെ ഇനി വിട്ടതിൻ്റെ ഫലമാണ് ഇവൻ ഇനി കാണിച്ചത്. നിയമം ഒരു വല്ലാത്ത നിയമമാണ് നമ്മുടെ നാട്ടിൽ. പോലീസുള്ള തെളിവ് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയാലും കോടതി വെറുതെ വിടും. അത് എന്തോന്ന് നിയമം? യവന്മാരിങ്ങനെ ഉള്ള കാലം അങ്ങനെ ഇട്ടേക്കണം. യവന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ തന്നെ ഇട്ടേക്കണം. ഇങ്ങനെ വിടുന്നത് കൊണ്ടല്ലേ ഈ നാട്ടിൽ ഇതേപോലെ കൊലകളും ഇതും ഒക്കെ നടക്കണത്, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ.
ഇവന് കൂടുതലും താല്പര്യം ഇവന് ആൺകുട്ടികളോടായിരുന്നു. ഇവൻ പല കുട്ടികളെയും കയറി പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നിന്നെ ഇനിയിപ്പോൾ എന്തോന്നാണ് കൊണ്ടുപോയിട്ട് ഉടനെ നിനക്ക് അവൻ അല്ലെങ്കിൽ മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ ഇറക്കി വിടും. അത് ഉറപ്പാണ്. ഇവനൊന്നും ഒരു ശിക്ഷയും കിട്ടാൻ പോണില്ല. എന്നിട്ട് വന്നതിന് ശേഷം വീണ്ടും ചെയ്യണത് ഇതേ പ്രവൃത്തിയായിരിക്കും. ഇതിനപ്പുറം ഒരിക്കലും അവന്മാർ ചെയ്യണത്. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നോക്കുക, നല്ലതുപോലെ നോക്കുക. എന്ന് പറഞ്ഞാൽ മക്കൾ കളിക്കാൻ പോകണമെങ്കിൽ അതിപ്പം നമ്മളിപ്പോൾ വീട്ടിൽ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഒത്തിരി കുരുത്തക്കേടുകളൊക്കെ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഒന്നിത്തിരി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കളിച്ചിരുന്നെങ്കിൽ ഇന്ന് കൂട്ടുകാരെടുത്ത് പോയി കളിച്ചെങ്കിൽ പിന്നെ നമ്മൾ തിരക്കൂലോ, അവർ കുറേ കൂടെ കളിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ ഇടയിലൊന്ന് ആ മക്കളെ ഒന്ന് അന്വേഷിക്കുക. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോയത്, ആരുടെയാണ് കളിക്കാൻ പോണത് എന്ന് ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കുക. ഒന്ന് അന്വേഷിക്കണം, ഈ കുട്ടികൾ എവിടെയാണ് പോണത്, എവിടെയാണ് കളിക്കാൻ പോണത്, അവരെ കൂടെ ആരുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. കുരുന്നു കുട്ടിയല്ലേ, അതിനൊന്നും അറിഞ്ഞൂടാ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് ഈ കുട്ടികൾ കളിക്കാനൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് തിരക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുക, മക്കൾ അവിടെ ഉണ്ടാ എന്നുള്ളതൊന്ന് തിരക്കുക. പക്ക ക്രിമിനലായ യവനെ ഇനിയിപ്പോൾ തീറ്റിപ്പോറ്റി ഇറക്കിവിടും. ഇങ്ങനെ ഇവന്മാരെ കയ്യും കാലും അടിച്ചൊടിച്ച് അവിടെ എങ്ങാനും ഇടണം. ഈ നാട്ടുകാർ ഇന്നലെ അടിച്ചൊടിക്കണമായിരുന്നു. ഇവൻ അതിൻ്റെ പിറക്കെ ഇറങ്ങി അവൻ തിരക്കിയല്ല. ഇവന് ഒരിതും ഇല്ലാതെ ഞാൻ നോക്കാം എന്നും പറഞ്ഞ് അവൻ പല വഴിക്കാണ് അവൻ തിരക്കിയത്, പോലീസിൻ്റെ കൂടെയൊക്കെ ഇറങ്ങി. ഇവൻ അതിന് ശേഷം എന്നിട്ട് സംശയം ഉണ്ടായിരുന്നു, ഇവൻ ഇങ്ങനെ എന്തിന് വെപ്രാളം കാണിക്കണു നോക്ക്. എന്നിട്ട് അവിടെ പോയി തിരഞ്ഞെടുത്ത് ആ പാതാളത്തിൽ നിന്ന് കൊച്ചിനെ പിന്നെ എടുത്തിട്ട് അവൻ ആദ്യം ഏക്കോ, പിന്നെ അവൻ സമ്മതിച്ചല്ലോ. ഇങ്ങനെയുള്ള പ്രാന്തന്മാർ പല അടവുകളും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവും. അതിലൊന്നും നിങ്ങൾ മക്കളെ അങ്ങനെയൊന്നും വിടാതിരിക്കുക.